നമ്മളുടെ മനസ്സിന്റെ പവറിനെ, മൈൻഡ് പവർ പഠിക്കാൻ വേണ്ടി നമ്മൾ ലോകം മുഴുവൻ അലയുകയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മൈൻഡ് പവർ. ഞാൻ കഴിഞ്ഞ 6 വർഷമായി ആ വിഷയത്തിൽ ഗവേഷണത്തിലാണ്. കഴിഞ്ഞ 6 വർഷമായി 2 കോഴ്സുകൾ, വലിയ കോഴ്സുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ എത്ര വലിയ ആത്മീയാചാര്യനുമായി ഞാൻ ചർച്ച ചെയ്യാൻ റെഡിയാണ്. ഇതൊന്നും അല്ല, അല്ലെങ്കിൽ എത്ര വലിയ മൈൻഡ് പവർ പഠിപ്പിക്കുന്ന ആളുമായിട്ടും ചർച്ച ചെയ്യാൻ റെഡിയാണ്. ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്നാണോ, ഇതിനെല്ലാം ആരംഭം എവിടെ നിന്നാണോ, ഇതെല്ലാം അവസാനിക്കുന്ന എവിടെയാണോ, അവിടെയാണ് ഇതിന്റെ ഉത്തരം, മൈൻഡ് പവറിന്റെ ഉത്തരം. മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിച്ച് നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നമുക്ക് ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളുടെ സോൾ എന്താണ്, നമ്മളുടെ ആത്മാവ് എന്താണ്, നമ്മുടെ ആത്മാവ് എന്താണ് നമ്മളോട് പറയാനുള്ളത്, ആ ആത്മാവിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാൻ മനുഷ്യൻ തയ്യാറാവണം. ഒന്ന് കേൾക്കാൻ തയ്യാറാകണം. അത് കേൾക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നും നിങ്ങളെ അലട്ടൂല. ഇതൊന്നും, ചുറ്റുമുള്ളതൊന്നും, ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും ഒരു വിഷമവും ഒരു രോഗം പോലും, ഒരു രോഗത്തെ പോലും ഈ ആത്മജ്ഞാനം അറിഞ്ഞവൻ, സ്വന്തം സോളിനെ അറിഞ്ഞവൻ, യഥാർത്ഥ മൈൻഡ് പവറിനെ അറിഞ്ഞവൻ, യഥാർത്ഥ മനഃശക്തിയെ അറിഞ്ഞവൻ, അതൊന്നും അവനെ അലട്ടില്ല. അവൻ എല്ലാ ദിവസവും ഒരു പ്രത്യേക ആനന്ദത്തിലായിരിക്കും. എല്ലാ ദിവസവും അവൻ ഒരു ദിവസം എന്നില്ല, ഇന്ന ദിവസം ഞാൻ സന്തോഷം, ഇന്ന ദിവസം സങ്കടം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് സങ്കടം, ബാക്കി സമയത്ത് സന്തോഷം, സന്തോഷം കുറച്ച് സമയം, ബാക്കി സമയം മുഴുവൻ സങ്കടം, അല്ലെങ്കിൽ ഒരു ശൂന്യത. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണാടിയാണിത്, നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണാടി. ദുഃഖങ്ങളും വിഷമങ്ങളും നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ആ ശുദ്ധീകരണത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ തേട്ടം, ആഗ്രഹമാണ്. എന്താണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം. മനുഷ്യൻ അങ്ങനെ ആഗ്രഹിക്കുന്ന എന്തും അവിടെ ചെന്നെത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഞാൻ വിളിച്ചു വരുത്തിയതല്ല, നിങ്ങൾ വന്നതുമല്ല. നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവ്, ആ ആത്മാവിന്റെ പവറിനെ കുറിച്ച്, നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ കുറിച്ച്, എന്തിനേയും, നിങ്ങളുടെ മനസ്സിനെയും മറ്റുള്ളവരെയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും ഒക്കെ, അവരെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കാണുന്ന ഒരവസ്ഥയിലേട്ടാണ് യഥാർത്ഥ മൈൻഡ് പവർ, യഥാർത്ഥ മനഃശക്തി കൊണ്ടെത്തിയത്. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പലരും ഇതിലിരിക്കുന്ന ആളുകൾ ഒരുപാട് അനുഭവിച്ച ആളുകൾ. പലതിനെ കുറിച്ചും സങ്കടം, പല കാര്യങ്ങളെ കുറിച്ചും സങ്കടം, നടക്കാത്തതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട്, കൂടെ ഉള്ളതിനെ കുറിച്ചുള്ള സങ്കടം, എല്ലാം അത് അനുഭവിച്ച് കഴിഞ്ഞു നിങ്ങൾ. ആ വേദന അറിയുന്നവനെ, തന്റെ പ്രിയപ്പെട്ടവനെ, തന്റെ സൃഷ്ടാവിന്, തന്റെ ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ. ആ വേദന അറിയുന്നവനെ. അതാണ് ആ വൈരുദ്ധ്യത്തിന്റെ രഹസ്യം. ദിവ്യമായ സ്നേഹം അനന്തമാണ്. അതാണ് വൈരുദ്ധ്യം. എല്ലാത്തിലും ആ സ്നേഹമുണ്ട്. വിഷമത്തിലുമുണ്ട്, സങ്കടത്തിലുമുണ്ട്, സന്തോഷത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്.